ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചക്ക പായസമാണ് ഉണ്ടാക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ചക്ക ഉപയോഗിച്ചും ചക്ക വരട്ടിയത് ഉപയോഗിച്ചും പായസം ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്നിവിടെ ചക്ക വരട്ടിയത് വെച്ചാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചക്ക പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചക്ക വരട്ടിയതാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ചേർക്കാതെയും ശർക്കര ചേർത്തും ചക്ക വരട്ടി എടുക്കാറുണ്ട്. ഇങ്ങനെ വരട്ടിയെടുത്ത ചക്ക കുറേ നാൾ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്നെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ, ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്ന് ചക്ക പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ശർക്കര ചേർക്കാതെ വരട്ടിയെടുത്ത ചക്കയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പായസത്തിലേക്ക് വേണ്ടതെല്ലാം ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാം. 300 ഗ്രാം ചക്ക വരട്ടിയത് ഉപയോഗിച്ചുകൊണ്ടുള്ള പായസത്തിലേക്ക് ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതുപയോഗിച്ച് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചൂടാക്കി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് വറുത്ത് ചേർക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂ ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചക്കപ്പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ചേർക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പായസത്തിലേക്ക് വേണ്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനിയുമായി ചക്ക ഒന്ന് മിക്സായിട്ട് യോജിച്ച് വരണം. അതുവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ശർക്കരപ്പാനിയിൽ യോജിച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നാളികേരം പിഴിഞ്ഞെടുത്തതിൻ്റെ 2ാം പാല് 4 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10-12 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും ഇതൊന്ന് കുറുകി വരും. ഈ ഒരു പാകത്തിലായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കുപൊടിയും ഏലക്കായപ്പൊടിയും കുറച്ച് തേങ്ങാപ്പാലിൽ ഒന്ന് മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1ാം പാലാണ്. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പായസം ഉള്ളത്. ഇത് ചൂടാറുന്നതിനനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് കട്ടിയായി പോവാൻ നിൽക്കാതെ ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു പായസമാണ് കേട്ടോ. പായസം കുടിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തിട്ടതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചക്ക ഉള്ളപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട എന്നെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.